ഹലോ ഹായ്. ഇന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ 3 വലിയ പിലോപ്പിയായിരുന്നു. അപ്പം ഞാൻ ഓർത്തെ അതൊന്ന് ഒരു വെറൈറ്റി രീതിയിൽ വെക്കാമെന്ന് ഓർത്തു. ഞാൻ ഇതിന് മുമ്പും വെച്ചിട്ടുണ്ട്, എന്നാൽ നമുക്ക് അതൊന്ന് വെച്ച് നോക്കാമെന്ന് ഓർത്തു. അത് ഞാൻ നന്നായിട്ട് തേച്ച് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ മസാലക്കൂട്ടൊന്ന് പുരട്ടി വെക്കാം. എൻ്റെ മസാല എന്ന് വെച്ചാൽ നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം ഗ്രാമ്പു, ഏലക്ക, അങ്ങനത്തെ എല്ലാ മസാലക്കൂട്ടുകളും, പെരുംജീരകം, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മിന്നാരിയും കൂടെ എടുത്തുള്ള ഒരു മസാലക്കൂട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതവിടെ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിനുള്ള ഗ്രേവി ശരിയാക്കി എടുക്കാം. അതിനു വേണ്ടി കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഉള്ളി ഒരു 10-30 ഉള്ളിയെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഉള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് വേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് വഴന്നു വരുമ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേതിൽ നമ്മൾ ഉപ്പ് പുരട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇച്ചിരിയേ ഉപ്പ് ഞാൻ ഇട്ടിട്ടുള്ളൂ. കുറച്ച് അത് വഴന്നു വരുമ്പോൾ കുറച്ച് മഞ്ഞൾ പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് വഴന്നു വരുമ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് വഴന്നു വരുമ്പോൾ അതിലോട്ട് 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. പിന്നെ വേറൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേപ്പിലയും ഇട്ട് ഞാൻ ആ മീനും 3 പെറുക്കി വെക്കുവാണ് വറുക്കാനായിട്ട്. അത് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി അവിടെ എങ്ങനെ റെഡി ആയിരിക്കണമെന്ന് നോക്കാം. അതിലോട്ട് നമ്മൾ പുളി ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ കുറച്ച് പുളിയും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് വറ്റി വരട്ടെ. ഇവിടെ നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചും മറിച്ചുമിട്ട് നമുക്ക് ഒന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വാഴയില എടുത്ത് വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തതിന് ശേഷം ഈ മീൻ അങ്ങോട്ട് വെച്ചിട്ട് ആ ഗ്രേവി അതിൻ്റെ പുറത്ത് ഇട്ട് താഴത്തും മേളിലും ഒക്കെ നന്നായിട്ട് ഗ്രേവി പുരട്ടി അത് നന്നായിട്ട് മടക്കി കെട്ടിയെടുക്കണം. എന്നിട്ട് വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. നന്നായിട്ട് കെട്ടിയെടുക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ വീഡിയോ അപ്പോൾ ഇട്ടില്ലെന്നേ ഉള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് അഴിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മളെപ്പോഴും എല്ലാവരുടെ വീട്ടിലും മീൻ മേടിക്കണമല്ലേ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഇത് കണ്ടോ, നല്ല